വെൽക്കം ടു സ്പെയിൻ. ഇന്ന് നമ്മുടെ ഇയറിന്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്പെയിനിലുടനീളം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. പലതരം വേഷങ്ങൾ ധരിച്ച് ആളുകൾ മാരത്തോൺ ആയിട്ട് ഓടുന്നു. കൂടാതെ ഡ്രംസ് കൊട്ടാനായിട്ട് ഒരു സെറ്റ് ടീമുകൾ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സൊക്കദോറിലേക്ക് പോയി. ഇവിടെയാണ് മെയിൻ പ്രോഗ്രാംസ് ഒക്കെ അരങ്ങേറുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. 8:30 ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ചുറ്റിനും വലിയ ആളുകളും കൂട്ടങ്ങളൊന്നും ഇല്ല. അങ്ങനെ തൊളേതോന്റെ സെന്ററായ സൊക്കദോറിനെ ഞങ്ങൾ ഇങ്ങനെ വലം വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടില്ല. അത്രയ്ക്ക് ജനത്തിരക്കാണ്. പതുക്കെ പതുക്കെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് ഇവിടെ വലിയൊരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലോബിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവിടെ 1 മണിക്കൂർ ചെലവഴിച്ച ശേഷം വീട്ടിലേക്ക് ഞങ്ങൾ പോയി. 12 മണി ആയി കഴിയുമ്പോൾ വരാന്ന് വിചാരിച്ചിട്ടാണ്. ശാരീരികമായിട്ടുള്ള സുഖമില്ലാത്തതിന്റെ പേരിൽ ഞാൻ വന്നില്ല. ഇച്ചായനാണ് വന്നത്. അപ്പോഴാണ് ഈ ഫയർ വർക്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ ഫയർ വർക്സ് കഴിഞ്ഞിട്ടാണ് DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്തായാലും 45 മിനിറ്റ് ഫയർ വർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് അടിപൊളിയായിരുന്നു. DJ പാർട്ടി തുടങ്ങി. ഒരു 1.5 DJ പാർട്ടി ആയിരുന്നു കേട്ടോ. എല്ലാ വർഷങ്ങളും തൊളേതോയിലെ ഗവൺമെന്റ് ഇങ്ങനെ തന്നെയാണ് നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. ഈ DJ പാർട്ടി കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് വരുന്നത്. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആളുകളും വേറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ജാമ്പവാന്റെ കാലത്തുള്ള സ്പാനിഷ് പാട്ടുകളൊക്കെയാണ് എങ്കിൽ തന്നെ എല്ലാവരും പരിഗണിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെയാണ് ഇവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. 10 ആകുമ്പോൾ ഇവിടുത്തെ ബിയർ കൗണ്ടർ ഓപ്പൺ ചെയ്യും. സൗജന്യമായിട്ട് മുന്തിരിയും ബിയറൊക്കെ നമുക്ക് കിട്ടും. ഓപ്ഷണൽ ആണ് കേട്ടോ. ബിയറിന് പകരം വൈൻ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഫയർ വർക്ക്, അത് കഴിഞ്ഞിട്ടാണ് DJ പാർട്ടി വരുന്നത്. എല്ലാ കൊല്ലവും ഒരുപോലെയാണ് നടക്കുന്നതെങ്കിലും ആർക്കും ഒരു മടുപ്പില്ല. ഇതാണ് സ്പെയിനിലെ ട്രഡീഷൻ. ഇത്രയും തിക്കും തിരക്കും എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ഇവിടെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കാനോ തല്ലുണ്ടാക്കാനോ ഒന്നും ആളുകൾ നിൽക്കുന്നില്ല. അതാണ് സ്പാനിഷുകാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.